ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് കവറുകൾ റീയൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് നമുക്ക് ആവശ്യമില്ല, ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കവറ് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് കവറും വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ളൊരു നീളം കവർ ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കവർ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലും അതുപോലെ കുറച്ചൊരു വീതിയിലായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് എത്രയും ഇതുപോലെ ഈ ഒരു സെയിം അളവിൽ കിട്ടുന്നോ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു 3 പ്ലാസ്റ്റിക് കവറ് മാറ്റിയെടുക്കുക. എന്നിട്ട് അത് 3ഉം കൂടി ഒന്നിച്ചൊന്ന് കെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ പിന്നിടുന്നത് പോലെ ഇത് ആ ഒരു ഷേപ്പിൽ ആക്കി മാറ്റാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. പിന്നെ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു കവർ ഇങ്ങനെ മെടഞ്ഞിടുമ്പോൾ ജസ്റ്റ് ഒരു ഭാരമുള്ള എന്തെങ്കിലും സാധനം ആ അറ്റത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മുടഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇത് ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ആ ഭാഗവും ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് അഴിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് വന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ കവറും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനതൊക്കെ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ചത് ആ ഒരു ബോട്ടിൽമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് ഭാഗം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ അറ്റത്ത് നമ്മൾ കെട്ടിയിട്ട ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊരു ഭംഗികേടായിട്ട് തോന്നും. ഇനി ഫുള്ളായിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് അക്രിലിക് പെയിൻ്റാണ് കേട്ടോ. ഇനി വേറൊരു മോഡലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലും കവറും തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയ കവർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതും കവർ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ചെറിയൊരു നീളത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കവറ് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്നൊരു 3 എടുത്ത് കെട്ടിയിട്ടിട്ട് നമ്മൾ മുടി പിന്നിയിടുന്നത് പോലെ ഒന്ന് പിന്നിയെടുക്കുക. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്, ആദ്യം ചെയ്തതിന് ലെങ്ത്ത് കൂടുതലാണ്. ഇപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യരുത്, ഒരു ഭാഗം വെച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി ഭാഗം നമ്മൾ ബ്ലാങ്ക് ആക്കി ഇടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ചെയ്തെടുത്ത കവറ് ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിൽമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മേൽഭാഗത്ത് ആവശ്യമില്ലാതെ കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനും പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അക്രിലിക് പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ പിന്നിയിട്ട ഒരു കവർ എടുത്തിട്ട് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. പിന്നെ ഞാനിപ്പോൾ ചെയ്യണ പോലെ ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഒരു 3 ലെയറായിട്ട് നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ വന്നിരിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ താഴ്ഭാഗത്ത് കവറുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ആദ്യം ചെയ്ത ആ ഒരു വർക്കാണ് കേട്ടോ. ഇത് വേറെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത് ചെയ്തതാണ്. ഇതും നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്.
പിന്നെ ഇത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയത് കൊണ്ടാണ് ഞാൻ ബാക്കി രണ്ടും ചെയ്തത്. പിന്നെ ഈ ഒരു 3 ബോട്ടിലിന് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ മണ്ണിട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മണ്ണിന് പകരം വേണമെങ്കിൽ വെള്ളത്തിലും പ്ലാന്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റർ എന്തെങ്കിലും സ്റ്റാൻഡിൻ്റെ മേലൊക്കെ ആയിട്ട് ഒരു ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്തു വന്നപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വെറുതെ വേസ്റ്റായി എടുക്കുന്ന കവറൊക്കെ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലൊക്കെ റീയൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.